ഗോവയുടെ പ്രിയ നേതാവിന് ആദരവോടെ വിട. പനജി മിരാമൻ ബീച്ചിലാകും അദ്ദേഹം ഇനി അന്ത്യവിശ്രമം കൊള്ളുക. ഒരു പകൽ മുഴുവൻ നീണ്ട പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിനും തീരാ നഷ്ടമാണ് പരീക്കറുടെ വിടവാങ്ങൽ. ഒരു യഥാർത്ഥ രാജ്യസേവകനെയാണ് നഷ്ടമായതെന്നും അമിത്ഷാ അനുശോചിച്ചിരുന്നു. രാവിലെ പനജിയിലെ വസതിയിൽ നിന്ന് തന്റെ കർമ്മമണ്ഡലമായ BJP സംസ്ഥാന കാര്യാലയത്തിലും കലാ അക്കാദമിയിലും എത്തിച്ച പരീക്കറുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനും ആയിരങ്ങൾ ഒഴുകിയെത്തി. അർബുദബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു പരീക്കറുടെ അന്ത്യം. ഗോവയിലെ മുഖമായിരുന്ന പരീക്കറുടെ വിടവാങ്ങൽ BJPക്കും തീരാ നഷ്ടമാണ്. പാൻക്രിയാക് ക്യാൻസറിനെ തുടർന്ന് 2018 ഫെബ്രുവരിയിലാണ് പരീക്കറെ ഗോവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് മുംബൈ, ഡൽഹി, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലും ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. നിലവിൽ പനാജിയിൽ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. മനോഹർ പരീക്കറുടെ ആരോഗ്യനില കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കൂടുതൽ വഷളായിരുന്നത്. മോദി മന്ത്രിസഭയിൽ 2014 നവംബർ മുതൽ മാർച്ച് 2017 വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു മനോഹർ പരീക്കർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗോവയിലെ മുഖമായിരുന്നു മനോഹർ പരീക്കർ. നിർണായക നീക്കങ്ങളിലൂടെ സംസ്ഥാനത്തെ തുടർച്ചയായി BJP അധികാരത്തിലെത്തിച്ച ജനസമ്മതൻ. പരീക്കർ വിടവാങ്ങിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നഷ്ടമായത് ശക്തനും സൗമ്യനുമായ ഒരു നേതാവിനെ തന്നെയാണ്. മനോഹർ ഗോപാലകൃഷ്ണ പ്രഭു പരീക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഗോവ മപുസയിൽ 1955 ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം IIT ബോംബെയിൽ നിന്ന് ബിരുദം നേടി. വിദ്യാഭ്യാസത്തിനൊപ്പം RSSന്റെ സജീവ പ്രവർത്തകനും കൂടിയായിരുന്നു. ആദ്യം നോർത്ത് ഗോവയിലും പിന്നെ സംസ്ഥാനത്തും സംഘടനയെ വളർത്തി. അയോധ്യയിലെ രാം ജന്മഭൂമി വിഷയത്തിൽ സംഘപരിവാർ നീക്കങ്ങളിൽ പങ്കാളിയായ ശേഷം 1994 ആദ്യമായി MLA സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 99 പ്രതിപക്ഷ നേതാവായി. തൊട്ടടുത്ത വർഷം BJPയെ ഗോവയിൽ അധികാരത്തിലെത്തിച്ചു. മുഖ്യമന്ത്രിയായി. പിന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപാട് കണ്ടു ഗോവ. 2012 വൻ ഭൂരിപക്ഷത്തിൽ ഗോവ കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ച പരീക്കറിനോട് 2 വർഷത്തിനപ്പുറം മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് വിമാനം കയറാൻ നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയായിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്ന സുപ്രധാന വകുപ്പാണ് പരീക്കറിനെ തേടിയെത്തിയത്. ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിലെത്തി. മോദി സർക്കാരിലെ വിശ്വസ്ത മുഖമായും നിർണായക ഘട്ടങ്ങളിൽ ഡിസിഷൻ മേക്കറായും പരീക്കർ മാറുകയായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്തെ അഗസ്റ്റ് വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാത്ത BJP അധികാരത്തിലെത്തിക്കാൻ 3 വർഷത്തിനിപ്പുറം പരീക്കർ തിരികെ ഗോവയിലെത്തി. വീണ്ടും മുഖ്യമന്ത്രിയായി. ഇതിനിടയിലാണ് അർബുദം പിടിപെട്ടതും ഏറെ നാളായി ചികിത്സയിൽ തുടർന്നതും ഒടുവിൽ ഇപ്പോൾ വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.